അത് എന്താ വിഷയം അറിയാം. ഇപ്പൊ പുതിയ നിയമം പാസ്സാക്കിയല്ലോ. പുതിയ നിയമം പാസ്സാക്കിയതോടെ എന്താ വെച്ചാൽ തൊഴിലുറപ്പ് എന്നുള്ളത് പോയി. നിലവിലുള്ള നിയമം എന്ന് പറഞ്ഞാൽ 2004 നിയമം. അതിൽ പിന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്നാണല്ലോ പദ്ധതി. അത് പ്രകാരം എന്താ വെച്ചാൽ ഈ ഇതിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും 100 ദിവസം, ഒരു കൊല്ലത്തിൽ 100 ദിവസം പണി തരാനുള്ള പിന്നെ ബാധ്യത ഗവൺമെന്റിനുണ്ട്. അതായത് അവകാശം ഇനി ഇതുവരെ. അതാണല്ലോ നമ്മുടെ പേരെന്താ, തൊഴിലുറപ്പ് എന്നല്ലേ. തൊഴിലുറപ്പ് എന്ന് വെച്ചാൽ നമ്മൾ രജിസ്റ്റർ, അതായത് ഈ പണിയെടുക്കാൻ തയ്യാറുള്ള ആളുകൾ പ്രായം നോക്കാതെ ആ ആളുകൾക്ക് 100 ദിവസം തൊഴിൽ കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യതപ്പെട്ട നിയമം നിലവിലുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളെ ഈ കേന്ദ്ര ഗവൺമെന്റ് ആ നിയമം പിന്നെ മാറ്റിയിട്ട് പുതിയ നിയമം കൊണ്ടുവന്ന്. ആ നിയമത്തിന്റെ പേര് പറയാൻ തന്നെ കുറച്ച് പണിയാണ്. അതായത് VBG റാംജി ഗ്രാമീൺ ബിൽ എന്നതിന്റെ പേര്. അതിന്റെ മുഴുവൻ പേരെന്താ വെച്ചാല് പിന്നെ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബിൽ എന്നാണ്. പേര് കേട്ടാൽ തന്നെ ബേജാറാവും. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഉറപ്പില്ല, തൊഴിലുറപ്പില്ല. പക്ഷെ അവര് ഗവൺമെന്റ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുന്നുണ്ട്. ഇതിപ്പോൾ കേന്ദ്രത്തിന്റെ നിയമമാണല്ലോ, കേന്ദ്ര ഗവൺമെന്റ്. ഞാനിപ്പോൾ ഇതിൽ രാഷ്ട്രീയമായിട്ട് പറയല്ല, 125 ദിവസമാക്കി. നമ്മളെ ഡിമാൻഡ് എന്താ, എല്ലാ തൊഴിലാളി യൂണിയനും, ഇപ്പം ഞാൻ ഒരു യൂണിയന്റെ പിന്നെ ദേശീയ ലെവലിലുള്ള കമ്മിറ്റിയിലുള്ള ആളാണ്. ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് പറയുന്നത് തൊഴിലുറപ്പിന്റെ ദിവസം കൂട്ടണം, 150 200 ആക്കണം, കൂലി 600 വർദ്ധിപ്പിക്കണം എന്നൊക്കെ നമ്മൾ നിരന്തരം ആവശ്യപ്പെടുക. ഇപ്പോൾ ഗവൺമെന്റ് എന്താ പറഞ്ഞാൽ ഞങ്ങൾ 120 ദിവസമാക്കിയെന്ന് പറഞ്ഞു. പക്ഷെ 125 ദിവസമാക്കിയാലും ആ 125 ദിവസത്തെ പണി കൊടുക്കാനുള്ള ഒരു ബാധ്യതയില്ല. ഇപ്പം നിലവിൽ ഇതിൻ്റെ 100% പൈസയും കേന്ദ്ര ഗവൺമെൻറ്റാണ് ചിലവാക്കേണ്ടത്. നിയമപ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റാണ് ചിലവാക്കേണ്ടത്. പുതിയ നിയമം ഇപ്പം പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമപ്രകാരം എന്താ വെച്ചാൽ 60% കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും, 40% സംസ്ഥാനം കൊടുക്കണം. അതാണ് ഒന്ന്. അപ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ തലയിലിട്ട് ഇപ്പം 4000 കോടി റുപ്യാണ് നമ്മളെ കേരളത്തിന് കിട്ടുന്നത്. കഴിഞ്ഞ കൊല്ലം കിട്ടിയത് 4000 കോടി റുപ്യ. അപ്പൊ ഇനി ആ 4000 കോടിയും കേന്ദ്രം കൊടുക്കണതാ. പക്ഷെ ഇനി എന്താ വെച്ചാൽ അതിൽ 1600 കോടി റുപ്യ സംസ്ഥാനം വഹിക്കണം, 2400 കോടി കേന്ദ്രം കൊടുക്കുള്ളൂ. അപ്പൊ സംസ്ഥാനം ഇപ്പൊ തന്നെ സാമ്പത്തികമായിട്ട് ഞെരുക്കുണ്ടാകുമ്പോൾ എല്ലാം കൂടെ സംസ്ഥാനത്തിന്റെ തലയിലിടുകയാണ് ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, അതിനകത്ത് ഉള്ള ഒരു വിഷയം അവിദഗ്ധ തൊഴിൽ. അതായത് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് അവിദഗ്ധ തൊഴിലാണ്, വിദഗ്ധ തൊഴിലല്ല. ഇപ്പം ഈ പറമ്പ് കിളക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഇത്തരം പണിയൊന്നും വിദഗ്ധ തൊഴിലല്ല. വിദഗ്ധ തൊഴിൽ ഏതാ? ഇപ്പോൾ നമ്മളെ പിന്നെ പാലം നിർമ്മിക്കുക, കെട്ടിടം ഉണ്ടാക്കുക, വീടുണ്ടാക്കുക, ഇങ്ങനെ ആസ്തി ഉണ്ടാക്കുന്ന പദ്ധതി, അതാണ് വിദഗ്ധ തൊഴിൽ. ഇനിയുള്ള ഈ നിയമപ്രകാരം വിദഗ്ധ തൊഴിലിന് മുൻഗണന കൊടുക്കണം. നിലവിലെന്താ വെച്ചാൽ പഴയ നിയമപ്രകാരം എന്താ വെച്ചാൽ എത്രയാണോ നമ്മളെ ആളുകൾക്ക് പണി ആവശ്യം അതിനനുസരിച്ചുള്ള പണി നമുക്ക് പിന്നെ കണ്ടെത്താം. ഏത് സംസ്ഥാന ഗവൺമെന്റിനൊക്കെ തന്നെ പണി കണ്ടെത്തുക, ഗ്രാമസഭകൾ മുഖാന്തരമാണ് പണി കണ്ടെത്തുക. ഇപ്പം ഇന്ന സ്ഥലത്ത് കൃഷിഭൂമി നിങ്ങൾ ചെയ്യുന്നത് കൃഷിഭൂമി ഒരുക്കലാണ്. കൃഷിഭൂമി ഒരുക്കലൊരു പണിയാണ്. ഇനി അത് ഉണ്ടാവില്ല, വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രം. ഇപ്പം നമുക്ക് പ്രായം 60 70 80 ആയാലും അവർക്ക് പണിയെടുക്കാൻ ആ കൂലി കിട്ടും. ഇനി അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് പുതിയ നിയമപ്രകാരം പറയുന്നത്. എന്താ വെച്ചാൽ അത് വിദഗ്ധ തൊഴിൽ, അതായത് ഗവൺമെന്റ് പറയുന്ന ആസ്തി ഉണ്ടാക്കണം. ആസ്തി ഉണ്ടാക്കണ പണി എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ എല്ലാവർക്കും കഴിയില്ലല്ലോ. അപ്പം നമ്മൾ ഇതിലൂടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അന്നത്തെ കാലത്ത് എന്താ ഉദ്ദേശിച്ചാൽ ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോടിക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു വരുമാനമായി, തൊഴിലെടുക്കുക ഒരു വരുമാനമായി എന്നുള്ളതാണ്. അതിനെ തകർക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ പ്രക്ഷോഭത്തിൽ, എല്ലാവരും കൂടെ പ്രക്ഷോഭം നടത്തിയില്ലെങ്കിൽ ഇത് വിജയിപ്പിക്കാൻ കഴിയില്ല. എല്ലാവരും ഇറങ്ങിയാലേ ഗവൺമെന്റ് നിയമം മാറ്റുള്ളൂ. ഇതിലിപ്പോൾ നമ്മൾ രാഷ്ട്രീയം നോക്കണ്ട. നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തൊഴിൽ, അതിലൂടെ കൂലി നമുക്ക് ജീവിതത്തിലൊരു സഹായമല്ലേ, അത് ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോണത്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും പ്രതിഷേധിക്കാനും പഴയതുപോലെ ഇപ്പം നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ കിട്ടണം. ഇതാണ് നമ്മുടെ ഡിമാൻഡ്, വേറൊന്നുമില്ല. ഈ ഒരു ഡിമാൻഡ് ഇപ്പം നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ കിട്ടണം. ഇല്ലെങ്കിൽ വിദഗ്ധ തൊഴിൽ എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. എന്താണ് പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഒരു ഗഡി ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്, പോർട്ടലുണ്ട്. അതിൽ പറഞ്ഞ തൊഴിൽ മാത്രമേ ഇനി എടുക്കാൻ പറ്റുള്ളൂ, അതിനുള്ള കൂലി കിട്ടുള്ളൂ, അതിനുള്ള പൈസ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറമ്പ് കിളക്കുക ഇതുപോലുള്ള ഇപ്പം സാധാരണ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇനി മുതൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരികയാണ്. അപ്പോൾ അത് നമ്മളെ ജോലി ഇല്ലാണ്ടാക്കും. അതില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ കൂലിയും ഈ സൗകര്യം മുമ്പുള്ള ഈ സൗകര്യം ഇല്ലാണ്ടാവാൻ പോവാണ്. അതുകൊണ്ട് വലിയ സമരത്തിലേക്ക് പോവാണ്. സമരം വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് നിയമം മാറ്റേണ്ടി വരുമല്ലോ, സ്വാഭാവികമായിട്ട്. എല്ലാവരും പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ മാറ്റണ്ടേ. അപ്പോൾ രാഷ്ട്രീയം നോക്കി ആരെങ്കിലും മാറി വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് മാറ്റൂല്ല.
അപ്പോൾ ഗവൺമെന്റ് തോന്നണം എല്ലാവരും ഇതിനെതിരാണ്, അല്ലെങ്കിൽ ഇത് മാറ്റേണ്ടതാണ് എന്ന് ഗവൺമെന്റ് തോന്നിയാലേ മാറ്റുള്ളൂ. തോന്നണമെങ്കിൽ എന്ത് വേണം? നമ്മളെല്ലാവരും ഇറങ്ങണം. അപ്പോൾ നാളെ ഒരു സമരമുണ്ട്, പിന്നെ 24-ാം തീയതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലുണ്ട്. അതിലെല്ലാവരും പോകും. അന്നുണ്ടാവുമോ? അതൊക്കെ ലീവാക്കിയിട്ട് പഞ്ചായത്തിന് മുമ്പിൽ സമരം നടത്തുക. അപ്പോൾ ഒരു രംഗത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റിനൊരു അതൊരു സന്ദേശമാണല്ലോ, എല്ലാവരും എതിരാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റണം തോന്നും. അപ്പോൾ അതിന് നമ്മൾ ശക്തമായിട്ട് രംഗത്തിറങ്ങണം. ഈ 125 ദിവസമായി വർദ്ധിപ്പിച്ചു എന്നുള്ളത് നമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. 125 ദിവസമായിട്ട് വർദ്ധിപ്പിച്ചാൽ അതിനുള്ള പൈസ ഒന്നും കൊടുക്കാൻ പോകില്ല. എല്ലാം കൂടെ സംസ്ഥാനത്തിന് തലയിലിട്ട് കഴിഞ്ഞാൽ അത് നടക്കാൻ പോകില്ല. നിലവിൽ കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതിയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ദാരിദ്ര്യ ലഘൂകരണ തൊഴിൽദാന പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ആ ഉറപ്പ് എന്നുള്ളത് ഇല്ലാണ്ടാക്കുകയാണ്. തൊഴിലുറപ്പില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പ്രക്ഷോഭത്തിലേക്ക് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം നാളെപ്പം LDF-ന്റെ ഇടതുപക്ഷ പാർട്ടികളുടെ സമരമാണ്. 24-ാം തീയതി അതല്ല, നാളത്തെ ചിലപ്പോൾ പറ്റുന്നൊരു ആളുകളുണ്ടെങ്കിൽ പങ്കെടുക്കുക. പക്ഷേ 24-ാം തീയതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മാത്രം സമരമാണ്. അതിൽ നിങ്ങൾ 24-ാം തീയതി 24 കേട്ടോ, ബുധനാഴ്ച. അപ്പം അന്ന് എല്ലാവരും ആ സമരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ ഗൗരവമാണ് സംഗതി. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഇവിടെ വന്നിട്ട് പറയാൻ കാരണം. ആയിക്കോട്ടെ, നിങ്ങള് പണി തുടങ്ങട്ടെ. അതാണ് ആ പേര്. അല്ല, ആ പേര് നമ്മളൊക്കെ മനസ്സിൽ പതിഞ്ഞതാണ്. തൊഴിൽ ഉറപ്പ് എന്ന് പറയുമ്പോൾ തൊഴിലുറപ്പാണ്. ഇപ്പൊ തൊഴിലുറപ്പല്ല. ഇപ്പൊ എന്താ BBG റാം ജി എന്നൊക്കെ പറഞ്ഞ ആളാകെ. അപ്പൊ ഗാന്ധിനെ വെട്ടി. ഗാന്ധിജി നമ്മളെ രാഷ്ട്രപിതാവാണ്. ആ രാഷ്ട്രപിതാവിന്റെ പേര് പോലും വെട്ടി. ഗാന്ധിയെ കൊന്ന ആൾക്കാർക്ക് പിന്നെ വെട്ടാൻ വല്ല പറ്റും? വല്ല കാര്യമുണ്ടോ? അതുപോലത്തെ ഒരു മനുഷ്യൻ നമ്മുടെ രാഷ്ട്രപിതാവല്ല. ആ രാഷ്ട്രപിതാവിനെ പോലും വെട്ടി എന്നുള്ളതാണ്. രാഷ്ട്രപിതാവിനെ കൊന്ന ആൾക്കാർക്ക് പിന്നെ പേര് വെട്ടാൻ എന്താ പണിയുള്ളത്? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ആ പേരും വെട്ടി. ഇതിലുള്ള റാം എന്താ അറിയോ? രാമനല്ല കേട്ടോ. ഇതിലുള്ള റാം എന്ന് പറഞ്ഞാല് റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. അതാണ് റാം. റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ് റാം. നമ്മളെ ശ്രീരാമനല്ല. പേര് ചോദിച്ചാൽ കുടുങ്ങിപ്പോ.